മാർപ്പാപ്പയായിട്ട് കർദിനാൾ അത്തനാസിയോസ് സ്നൈഡർ വരണമെന്ന് ബഹുഭൂരിപക്ഷം വിശ്വാസികൾ. എന്താവും ഇതിന് പിന്നിലുള്ള കാരണം? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7-ന് തുടങ്ങുകയാണ്. കോൺക്ലേവ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കത്തോലിക്ക സഭയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളുടെയും അഭിപ്രായം കർദിനാൾ അത്തനാസിയോസ് സ്നൈഡർ മാർപ്പാപ്പ ആകണമെന്നാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന ചില കാര്യങ്ങളിലെ അദ്ദേഹത്തിന്റെ വ്യക്തമായ നിലപാടുകൾ തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുവാനുള്ള കാരണം. ഇപ്രാവശ്യം നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ എന്തുകൊണ്ട് അമേരിക്കൻ ജനത തിരഞ്ഞെടുത്തുവോ അതേ കാരണങ്ങൾ തന്നെയാണ് പുതിയ മാർപ്പാപ്പയുടെ കാര്യത്തിൽ ജനങ്ങൾ കർദിനാൾ അത്തനാസിയോസ് സ്നൈഡറെ ഇഷ്ടപ്പെടാനുള്ള കാരണവും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകളുടെ അമേരിക്കയിലേക്കുള്ള കടന്നുകയറ്റം അമേരിക്കയെ നാശത്തിലേക്ക് എത്തിക്കും. അതിനെ തടയിടുക എന്നതാണ് തന്റെ മുഖ്യ ലക്ഷ്യമെന്നാണ് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപ് ജനങ്ങളോട് പറഞ്ഞത്. ട്രംപിന്റെ ആ പ്രഖ്യാപനമാണ് ജനങ്ങൾ ട്രംപിനെ ഇഷ്ടപ്പെടാനും അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കാനും സഹായിച്ചത്. കഴിഞ്ഞ കാലം വരെ എല്ലാവരും പറഞ്ഞിരുന്നത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമെല്ലാം അഭയാർത്ഥികളുടെ പ്രവാഹമാണ് എന്നാണ്. എന്നാൽ ഇത് അഭയാർത്ഥി പ്രവാഹമല്ല, ഇത് മറ്റു പല അജണ്ടകളുടെ ഭാഗമായിട്ടുള്ള കടന്നുകയറ്റമാണെന്ന് കൃത്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് കർദിനാൾ അത്തനാസിയോസ് സ്നൈഡർ. അദ്ദേഹത്തിന്റെ ഈ നിലപാടാണ് വിശ്വാസികൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് അവിടുത്തെ ജനങ്ങളാണ്. അതിനാൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും നിലപാടുകൾക്കനുസരിച്ചായിരിക്കും ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക. എന്നാൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് 80 വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാൾമാരാണ്. അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ വോട്ടവകാശമുള്ള 135 കർദിനാൾമാരാണ് ഉള്ളത്. ഇവരിൽ 15 പേർ 79 വയസ്സ് കഴിഞ്ഞവരാണ്. 80 വയസ്സ് കഴിഞ്ഞവർക്ക് കോൺക്ലേവിൽ പങ്കെടുക്കാൻ പറ്റില്ല. കോൺക്ലേവിൽ പങ്കെടുക്കുന്നവരിൽ 15 പേർ 79 കഴിഞ്ഞവരാണെങ്കിൽ മറ്റൊരു 15 പേർ 60 വയസ്സിന് താഴെയുള്ളവരാണ്. യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ തലവനായ കർദിനാൾ മൈക്കോള ബൈച്ചക്കാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ. അദ്ദേഹത്തിന്റെ പ്രായം 45 വയസ്സാണ്. റോമിലെ സമയം 7-ാം തീയതി വൈകുന്നേരം 4:30-ന് പൊളൈൻ ചാപ്പലിലെ പ്രാർത്ഥനയോടെ അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് സകല വിശുദ്ധിയുടെ ലുത്തിനിയ ചൊല്ലി കർദിനാൾമാർ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് നീങ്ങും. അവിടെ വെച്ചാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. ഇനി സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്നുയരുന്ന വെളുത്ത പുകയ്ക്കായി നമുക്ക് കാത്തിരിക്കാം.